സേഫ്റ്റിയാണ്. ഒരു കാര്യം ID പ്രൂഫ് എക്സ്പീരിയൻസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അവിടെ നെറ്റ്വർക്കിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ട്. ഹേയ് ബഡീസ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു യാത്ര പോകുമ്പോൾ നമ്മുടെ ബാഗിൽ, അതായത് നമ്മൾ എന്തൊക്കെ സാധനങ്ങൾ കൊണ്ടുപോകണം എന്നുള്ളതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വേണ്ടത് നമ്മുടെ സേഫ്റ്റിയാണ്. സേഫ്റ്റിക്കായിട്ട് നമുക്ക് ഒരു ജാക്കറ്റ്, പിന്നെ ഒരു നല്ലൊരു ക്യാപ്പ്, ഷൂസ്, ഒരു പാൻറ്, ഇതൊക്കെ നമ്മൾ ഫസ്റ്റ് നമുക്ക് വേണം നമ്മുടെ ബോഡിയുടെ സേഫ്റ്റിക്കായിട്ട്. പിന്നെ നമ്മുടെ വേറെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് എയ്ഡ് മീൻസ് മെഡിസിൻസ്, അതുപോലെ പെയിൻ കില്ലേഴ്സ്. ഇതൊക്കെ നമുക്കിപ്പോൾ ഒന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, നമുക്ക് എപ്പോഴാണ് എന്താ സംഭവിക്കാമെന്ന്. അതിനായിട്ടുള്ള കുറച്ച് സാധനങ്ങളാണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞ പോലെ ജാക്കറ്റ് കാര്യങ്ങൾ, നമ്മുടെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ എല്ലാം വേണം. പിന്നെ അതുപോലെ മെഡിസിൻസ് എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ എന്തെങ്കിലും ഷുഗറോ കൊളസ്ട്രോള്, ബ്ലഡ് പ്രഷർ, അങ്ങനെ എന്തെങ്കിലുമുള്ള അസുഖം ഓൾറെഡി ഉള്ള ആൾക്കാരാണ് ആ മെഡിസിൻസ് ഒന്നും സ്കിപ്പ് ചെയ്യാണ്ട് നമ്മൾ എന്തായാലും കയ്യിൽ മസ്റ്റായിട്ട് വെക്കണം. പിന്നെ നമുക്ക് വേണ്ട മെഡിസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ത്രോട്ട് പെയിനായിട്ടുള്ള അല്ലെങ്കിൽ പനിക്കായിട്ടുള്ള പാരസെറ്റമോള്, പിന്നെ അതുപോലെ തന്നെ ഓയിൽമെൻറ്റ്സ് കാര്യങ്ങൾ, പിന്നെ മുറിവിന് പറ്റാനുള്ള ബെറ്റാഡിൻ, പിന്നെ മുറിവ് കെട്ടാനുള്ള ചെറിയൊരു തുണി, പിന്നെ നമുക്ക് ചെറിയൊരു എന്താ പറയുക, നമ്മുടെ കാലിലൊക്കെ ബാൻഡേഡ് പോലെ കെട്ടുന്ന സാധനം. അതൊക്കെ നമ്മളൊരു സേഫ്റ്റിക്കായിട്ട് ആദ്യം തന്നെ എടുത്തു വെക്കണം. നമ്മളിപ്പോൾ എന്തെങ്കിലും ചിലപ്പോൾ വീണാലോ എന്തെങ്കിലും, ചിലപ്പോൾ ആരും നമ്മുടെ കൂടെ ഉണ്ടായിക്കോളണമെന്നില്ല. ചിലപ്പോൾ ചിലവർ പോകുന്നത് ഗ്രൂപ്പായിട്ടായിരിക്കും, അപ്പോൾ എല്ലാവരും സഹായിക്കാനുണ്ടാവും. എന്നാൽ പോലും അവർ ഗ്രൂപ്പായിട്ട് പോകുമ്പോഴും അവരുടെ കയ്യിൽ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ എന്തായാലും മസ്റ്റായിട്ട് വേണം. പിന്നെ നമുക്ക് ചെവിയിൽ കാറ്റടിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ തൊണ്ടവേദന, ഇങ്ങനെ നീര് അങ്ങനെ ഇതൊക്കെ വരിക. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഒരു പഞ്ഞി, ചെവിയിൽ പഞ്ഞി വെക്കാം, മനസ്സിലായോ? ചെവിയിൽ പഞ്ഞി വെച്ചിട്ട് പിന്നെ നമുക്ക് ഇവിടെ ചെവി കവർ ചെയ്യുന്ന ഒരു സാധനമുണ്ട്, അതും വെക്കുക. അതിൻ്റെ കൂടെ ഒരു ക്യാപ്പും വെക്കുക. അപ്പോൾ നമ്മൾ ഒരു ആൾമോസ്റ്റ് ഒരു 50% നമുക്കൊരു തണുപ്പടിക്കാതിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇത് നമ്മളിപ്പോൾ അഥവാ എന്തെങ്കിലും പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഈ പഞ്ഞി എടുത്ത് നേരെ മൂക്കിലും വെക്കാം. വേറെ ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് നമുക്ക് സ്നാക്സ്. ചെറിയ രീതിയിലുള്ള സ്നാക്സ് നമുക്ക് കൊണ്ടുപോകാം. കാരണം നമുക്ക് അവിടെ വില്ലേജസിലൊക്കെ നമുക്ക് പോണ വഴിക്ക് കുറേ ദൂരം നടക്കുമ്പോൾ എന്തായാലും നമ്മൾ ടയേർഡാവും. അപ്പോൾ നമ്മൾ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള കുറച്ച് കാഷ്നട്ട്സ്, ബദാം, വാൽനട്ട്സ്, ഇതൊക്കെ നമുക്ക് പറ്റുമെങ്കിൽ ചെറിയ ക്വാണ്ടിറ്റിയിൽ എന്തെങ്കിലും കൊണ്ടുപോകും. കാരണം ഇത് കുറച്ച് കഴിച്ചാൽ പ്രോട്ടീൻ കയറും. പിന്നെ നമ്മൾ ചൂടുവെള്ളത്തിനായിട്ടൊരു ഫ്ലാസ്ക്, അത് മസ്റ്റാണ്. കുടിക്കാൻ ചൂടുവെള്ളം കുടിക്കണതാണ് ഏറ്റവും ബെറ്റർ, അത്രയും തണുപ്പുള്ള സ്ഥലത്ത് പോകുമ്പോൾ. പിന്നെ വേറെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഗ്ലൂക്കോസ്, അത് നമുക്കൊരു ചെറിയൊരു അളവിൽ കഴിക്കണം, നല്ലതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് രാവിലെ എണീച്ചിട്ടൊക്കെ ഒരു ചെറിയൊരു സ്പൂൺ, അതുപോലെ നമ്മൾ ടയേർഡാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അതൊരു സ്പൂൺ കഴിച്ച് നമ്മൾ ചിലപ്പോൾ ഒരു എനർജറ്റിക് ആയിട്ട് മാറും. പിന്നെ നമുക്ക് വേറെ ഇതാണ് നമുക്കിപ്പോൾ അത്യാവശ്യം വേണ്ട ബോഡിക്ക് വേണ്ട സാധനങ്ങൾ. പിന്നെ നമുക്ക് വേണ്ട സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഫോൺ ക്യാരി ചെയ്യുന്നുണ്ട്, പിന്നെ പവർ ബാങ്ക്, ചാർജർ, ഇതൊന്നും സ്കിപ്പ് ചെയ്യാണ്ട് നമ്മളിപ്പോൾ പോണതിന് മുന്നേ നമ്മളൊരു ചെറിയൊരു ലിസ്റ്റ് ഉണ്ടാക്കി വെക്കുക. ഒരു ചെറിയ പേപ്പറിൽ നമ്മൾ എഴുതി വെക്കുക. ഇതെനിക്ക് എൻ്റെ അച്ഛൻ പറഞ്ഞു തന്നതാണ്. നമ്മളിപ്പോൾ എവിടെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു കാര്യം പോണതിന് മുന്നേ നമ്മളെല്ലാ സാധനങ്ങളും ഒരു ചെറിയ പേപ്പറിൽ എഴുതി വെക്കുക. നമുക്ക് വേണ്ട സാധനങ്ങൾ, ജാക്കറ്റ്, ഷൂസ് എല്ലാം നമ്മൾ എടുത്തോ എന്നുള്ളത്. നമ്മളിപ്പോൾ ഓരോന്നും എടുത്ത് ബാഗിൽ വെക്കുമ്പോൾ അത് ടിക്ക് ചെയ്യുക, ഇത് വെച്ചു, കൺഫേം ചെയ്ത് വെക്കുക. എല്ലാം അങ്ങനെ ഒന്ന് കൺഫേം ചെയ്തിട്ട് മാത്രം നമ്മൾ ബാഗിലെല്ലാം പാക്ക് ചെയ്യുക. പിന്നെ വേറെ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്ര സാധനങ്ങളാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. പിന്നെ ഒരു ബെഡ്ഷീറ്റ്, അത് നമ്മളിപ്പോൾ ബാക്കിയുള്ളവർ യൂസ് ചെയ്ത സാധനം യൂസ് ചെയ്യാനായിട്ട് നല്ലത് നമ്മുടെ സ്വന്തമായിട്ടുള്ളൊരു നമ്മുടെ ബെഡ്ഷീറ്റ് കൊണ്ടുപോകണമായിരിക്കും. പിന്നെ പലരും ഒരു യാത്രയിൽ പോകുമ്പോൾ മറക്കുന്ന സാധനമാണ് തോർത്ത്. ഇതൊന്നും വേറെ ആർക്ക് ഷെയർ ചെയ്യാണ്ടിരിക്കുക. പിന്നെ നമുക്ക് വേറെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ അധികം വേറെ ആർക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്ത് യാത്രകളിൽ പോകുമ്പോൾ നമ്മൾ വേറെ ആർക്കും ഇപ്പം വെള്ളമൊന്നും ആർക്ക് ഷെയർ ചെയ്യരുത് എന്നല്ല ഞാൻ പറയുന്നത്. നമ്മൾ സ്വന്തമായിട്ട് യൂസ് ചെയ്യുന്ന സാധനങ്ങൾ
ഇപ്പോൾ തോർത്ത്, ഇപ്പോൾ ഈ കൊറോണ ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്കിപ്പോൾ എല്ലാതും അവിടെ ഇവിടെ ചെറിയ ചെറിയ അംശങ്ങളുണ്ട്. അപ്പോൾ അങ്ങനത്തെ സാധനങ്ങളൊന്നും എന്ന് വെച്ച് കഴിഞ്ഞാൽ തോർത്ത്, അതുപോലെ നമ്മുടെ ജാക്കറ്റ് ഇപ്പോൾ ഒരു തണുത്ത ഒരാൾ ചാവാൻ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അയാൾ നമുക്ക് നമ്മുടെ ജാക്കറ്റ് കൊണ്ട് കൊടുക്കുന്നതിന് തെറ്റല്ല. പക്ഷേ നമ്മുടെ തോർത്ത്, അതുപോലെ തന്നെ നമ്മുടെ വേറെ എന്തെങ്കിലും പേഴ്സണലായിട്ട് യൂസ് ചെയ്യണ സാധനങ്ങൾ, അതിപ്പോൾ ഒരു ചെറിയ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് അതിൽ വേണ്ട സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. പിന്നെ നിങ്ങൾക്ക് വേണ്ട വേറെ എന്തെങ്കിലും സാധനങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ അത് ആഡ് ചെയ്യാം. ഇപ്പോൾ ഞാനിതിലിപ്പോൾ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്ന് എനിക്കിപ്പോൾ അറിയില്ല. ഞാനിപ്പോൾ എൻ്റെ ഒരു ഐഡിയ ലിസ്റ്റ് ഞാൻ കൊണ്ടുപോകുന്ന സാധനങ്ങളാണ് പറഞ്ഞത്. എന്ന് വെച്ചിട്ട് നിങ്ങൾ ഇത് മാത്രമേ കൊണ്ടുപോകാൻ പാടുള്ളൂ എന്നൊന്നുമില്ല. നിങ്ങൾക്കിപ്പോൾ ഇഷ്ടമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അത് കൊണ്ടുപോകുക. പക്ഷേ ലഗേജ് നമ്മൾ ചെറുതാക്കും, മിനിമൈസ് ചെയ്യുക. എന്ന് വെച്ചാൽ ഇത് ക്യാരി ചെയ്തുകൊണ്ട് നമ്മൾ പോകണം. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ അതായിരിക്കും ഏറ്റവും ബെറ്റർ. പിന്നെ അവിടെ അധികം തണുപ്പായത് കാരണം നമ്മൾ അധികം ഡ്രസ്സ് കാര്യങ്ങൾ എടുക്കേണ്ടി വരില്ല. ഒരു മിനിമം ഒരു 5-6 ഹുഡീസ് മതി. നിങ്ങളിപ്പോൾ എത്ര ദിവസം സ്റ്റേ ചെയ്യുന്നുണ്ട് അതിനനുസരിച്ചുള്ള ഡ്രസ്സ് എടുക്കുക. ഒരു 5-6 ഹുഡീസ് മതി. ഒരു നല്ല 2-3 പാൻറ്റ് മതി. അതിൽ കൂടുതൽ നമ്മൾ അവിടെ മാറ്റാൻ പോകുന്നില്ല. കാരണം അവിടെ തണുപ്പായതുകൊണ്ട് നമുക്ക് അവിടെ വിയർപ്പ് കാര്യങ്ങളൊന്നും വരില്ല. അത് കാരണം നമ്മൾ അങ്ങനെ കുളിക്കാനൊന്നും പോകുന്നില്ല. ഭയങ്കര തണുപ്പാണ് അവിടെ. പിന്നെ അണ്ടർവെയേഴ്സ് കാര്യങ്ങളൊക്കെ എടുക്കുക. ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ വേറെ പ്രത്യേകിച്ച് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെഡിസിൻ അത് നിങ്ങൾ മസ്റ്റായിട്ട് നോക്കണം. പിന്നെ നമ്മൾ ചൂടുവെള്ളത്തിനായിട്ട് ഫ്ലാസ്ക്, പിന്നെ പറ്റുമെങ്കിൽ ചെറിയൊരു കെറ്റിൽ കാര്യങ്ങൾ കൊണ്ടുപോകുക. പിന്നെ അവിടെ ഫുഡിനൊക്കെ ചെറിയൊരു വില കൂടുതലുണ്ട്. അതിപ്പോൾ സ്വാഭാവികമാണ്. ടൂറിസ്റ്റ് പ്ലേസ് ആകുമ്പോൾ അങ്ങനെ ഉണ്ടാവും. പിന്നെ ഈ മാഗി അതൊക്കെ ചെറുത് എന്തെങ്കിലും മേടിച്ച് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് മേടിച്ചാൽ നമുക്ക് കെറ്റിൽ തന്നെ ഉണ്ടാക്കാം. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് അത്യാവശ്യം നമ്മുടെ ബാക്ക് പാക്കിൽ വേണ്ടത്. പിന്നെ പറ്റുന്നുണ്ടെങ്കിൽ ഒരു ചെറിയ കോമ്പസ് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് അതും എടുക്കാം. നമ്മുടെ ഫോണിൽ തന്നെ ഉണ്ടാകും. ചിലപ്പോൾ ഫോണിൻ്റെ നമ്മൾ ബാറ്ററി അവിടെ ഇത്രയും തണുപ്പിലേക്ക് പോകുമ്പോൾ ഈ ബാറ്ററി അത്ര തന്നെയാണ് നിന്നോളന്നില്ല. ഫോൺ നമ്മൾ വർക്ക് ചെയ്യണില്ല. ആ തണുപ്പിൽ പോകുമ്പോൾ ഫോണ് ഓഫായി പോകും. കാരണം അത് വർക്ക് ചെയ്യാനുള്ള ഹീറ്റ് വേണം. അതവിടെ ഭയങ്കര തണുപ്പായതുകൊണ്ട് അത് ഫോൺ വർക്ക് ചെയ്യുന്നുണ്ടാവില്ല. എനിക്ക് പിന്നെ അവിടെ പോകുമ്പോൾ വീഡിയോസൊക്കെ എടുക്കാൻ പറ്റുമെന്ന് തന്നെ സംശയമാണ്. ഞാൻ ഫോണിലാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ആ കാര്യത്തിലൊരു ചെറിയ സംശയമുണ്ട്. പിന്നെ പവർ ബാങ്ക് മസ്റ്റാണ്. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ വെറുതെ കാണാനാണ് പോകണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആർക്കും വീഡിയോസ് കാര്യങ്ങൾ ഷെയർ ചെയ്യണം, നമ്മൾ സ്വയം എക്സ്പീരിയൻസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. പവർ ബാങ്ക് അല്ലെങ്കിൽ വേണം. പിന്നെ നമുക്ക് വേണ്ടത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാർജർ എന്തായാലും കൊണ്ടുവരിക. അല്ലെങ്കിൽ കൊണ്ടുവന്നില്ലെങ്കിൽ നമ്മളിപ്പോൾ എവിടെയെങ്കിലും പെട്ടു കഴിഞ്ഞാൽ ആരുടെയും ചാർജർ ഉണ്ടോ ചോദിച്ച് കിടക്കേണ്ടി വരും. അല്ലെങ്കിൽ നമ്മൾ വേറെ ആരുടെങ്കിലും ചോദിച്ച് മേടിക്കേണ്ടി വരും. അതൊക്കെ നമ്മൾ ആ സമയത്ത് ചിലപ്പോൾ പറ്റിക്കൊള്ളുന്നില്ല. പിന്നെ വേറെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ക്യാഷ് എടുത്തിട്ട് വേണം പോകാനായിട്ട്. അവിടെ UPI കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ഓൺലൈൻ ട്രാൻസാക്ഷൻ എപ്പോഴും പോസിബിൾ ആയിക്കൊള്ളുന്നില്ല. വേറൊരു കാര്യം പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നെറ്റ്വർക്കിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ട്. അത് കാരണം നിങ്ങൾ ക്യാഷ് ഒക്കെ എടുത്ത് കൊണ്ടുവരിക, അതായിരിക്കും ബെറ്റർ. അത് ചില്ലറായിട്ട് തന്നെ ഇപ്പോൾ 100 റുപ്പീസിന് ഒരു 5-6 അങ്ങനെയൊക്കെ ഇതാക്കിയിട്ട് കൊണ്ടുവരും. പിന്നെ അത് ഒരേ സ്ഥലത്ത് തന്നെ വെക്കാണ്ടിരിക്കുക. ഈ ഡൽഹിയിലൊക്കെ ഇറങ്ങുമ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ ആൾക്കാരെന്ന് പറഞ്ഞാൽ അവിടെ കള്ളന്മാരൊക്കെ ഉണ്ട്. അപ്പോൾ കുറച്ച് പൈസ മാത്രം പോക്കറ്റിലേക്ക്, ബാക്കി ബാഗിൽ പല സ്ഥലത്തായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് വെക്കുക. അതാകുമ്പോൾ കുറച്ച് പൈസ ആരെങ്കിലും എടുത്തുകൊണ്ട് പോയാൽ നമുക്ക് അറിയാലോ നമ്മുടെ കയ്യിൽ എവിടെയൊക്കെ ഉള്ളത്. പിന്നെ വേറൊരു കാര്യം, ID പ്രൂഫ് എന്തായാലും നിങ്ങൾ കൊണ്ടുവരണം. കാരണം ഫോണിൽ ഫോട്ടോ എടുത്തിട്ട് നമ്മൾ കാണിക്കുന്നത് ചിലപ്പോൾ ഫോൺ ഓൺ ആയിക്കൊള്ളുന്നില്ല. ചിലപ്പോൾ വല്ല പോലീസ് വെരിഫിക്കേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പ്രശ്നമാവും. ID മസ്റ്റാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളുള്ളൂ. എന്തായാലും നമുക്കിനി അടുത്തൊരു വീഡിയോയിലേക്ക് കാണാം. ഓക്കെ, ബൈ.